കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകളാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ സമീപകാല പ്രസ്താവനകൾ. പ്രമുഖ നടനും ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനുമായ പ്രേംകുമാർ വീണ്ടും ചേക്കേറുന്നുവെന്ന വാർത്തകൾ സജീവമായ പശ്ചാത്തലത്തിൽ വേണുഗോപാൽ നടത്തിയ പ്രതികരണങ്ങൾ വെറും ഒരു രാഷ്ട്രീയ മറുപടിയല്ല, മറിച്ച് ഇടതുപക്ഷ കോട്ടകളിൽ സംഭവിക്കുന്ന വെല്ലുവിളികളെ ലക്ഷ്യം വെക്കുന്ന കൃത്യമായ നീക്കമാണ്. നടൻ പ്രേംകുമാർ ഇടതുപക്ഷ സഹയാത്രികനായി അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. ചലച്ചിത്ര അക്കാദമിയിലെ അദ്ദേഹത്തിന്റെ സ്ഥാനവും പാർട്ടി വേദികളിലെ സാന്നിധ്യവും അദ്ദേഹം ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിട്ടാണ് പൊതുസമൂഹം അടയാളപ്പെടുത്തിയിരുന്നത്. എന്നാൽ അദ്ദേഹത്തിലേക്ക് വരുന്നു എന്ന വാർത്ത വന്നപ്പോൾ അത് നിഷേധിക്കാൻ KC വേണുഗോപാൽ തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ്. ഞാൻ ഒരുപാട് ആളുകളുമായി ചർച്ച നടത്താറുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അർത്ഥഗർഭമാണ്. ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക മുഖങ്ങളായിരുന്നവർ പോലും പാർട്ടി വിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായി വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നത് CPM-ന്റെ ധിക്കാരപരമായ രാഷ്ട്രീയത്തെയാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വിശ്വസിക്കുന്നവർക്ക് ഇന്ന് പിണറായി സർക്കാരിന്റെയോ പാർട്ടിയുടെയോ പ്രവർത്തന രീതി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്ന വിമർശനവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ജനങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന വിവിധ ജനവിഭാഗങ്ങൾ ഒന്നായി UDF-ലേക്ക് വരുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഒരു വലിയ രാഷ്ട്രീയ കൂട്ടായ്മയുടെ സൂചനയായി കാണാം. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാർ കൂടെ വരുന്നത് എന്നതിന് വേണുഗോപാൽ നൽകുന്ന വിശദീകരണം രാഷ്ട്രീയ നിരീക്ഷകർ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഭരണകൂടത്തിന്റെ ഗർവവും ജനവിരുദ്ധമായ തീരുമാനങ്ങളും അണികൾക്കിടയിൽ പോലും അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കാത്ത കാര്യങ്ങളെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് സർക്കാരിന്റെ ശൈലിയെയും അഴിമതി ആരോപണങ്ങളെയും പാർട്ടിയിലെ ഏകാധിപത്യ പ്രവണതകളെയും കുറിച്ചാണെന്ന് വ്യക്തം. ഇന്നലെ വരെ ചുവപ്പുകൊടി പിടിച്ചവർ ഇന്ന് വലതുപക്ഷത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പാർട്ടിയുടെ ആശയപരമായ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. സന്ദർഭങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനം ആരോടും പറയാറില്ല എന്നതാണ്. അതായത് ആശയപരമായി അകന്നു നിൽക്കുന്നവരെയല്ല, മറിച്ച് മാറ്റം ആഗ്രഹിക്കുന്ന ഏത് വിഭാഗത്തെയും ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ്. KC വേണുഗോപാലിന്റെ പ്രതികരണത്തിൽ ഏറ്റവും നിർണായകമായ മറ്റൊരു ഭാഗം ശബരിമല വിഷയമാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാർ മുൻ നിലപാടിൽ ഉറച്ചു നിന്നാൽ ശക്തമായ പ്രതിരോധം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിലും ശബരിമല വീണ്ടും ചർച്ചയാകുമെന്ന് ഉറപ്പിക്കുന്നു. ശബരിമല യുവതീ പ്രവേശനം കേരളത്തിലെ ഭക്തജനങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ മുറിപ്പെടുത്തുന്നതാണെന്നും സർക്കാർ ആ വിഷയം കൈകാര്യം ചെയ്ത രീതി തെറ്റാണെന്നും അത് ആവർത്തിക്കുന്നുണ്ട്. നാട്ടിലെ ഭക്തജനങ്ങളെ കണ്ണീരിലണിയിച്ച വലിയ സംഭവമായിരുന്നു യുവതീ പ്രവേശനം. അന്ന് അത് ഭംഗിയായി പരിഹരിക്കാമായിരുന്നു. എന്നാൽ സർക്കാർ അത് പരിഹരിച്ചില്ല, പകരം വഷളാക്കി എന്ന വേണുഗോപാലിന്റെ വാക്കുകൾ ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെക്കുന്നതല്ല, മറിച്ച് വിശ്വാസികളുടെ വികാരം സംരക്ഷിക്കാനുള്ള ബാധ്യതയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇനിയും അത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ അത് നോക്കി നിൽക്കില്ല എന്ന നിലപാട് സർക്കാരിനുള്ള കർശനമായ താക്കീതാണ്. KC വേണുഗോപാൽ സൂചിപ്പിച്ചതുപോലെ UDF-ലേക്ക് വരാൻ താല്പര്യമുള്ള നിരവധി ജനവിഭാഗങ്ങളുണ്ട്. എന്നാൽ ഇവരെ കൃത്യമായി ഏകോപിപ്പിക്കുക എന്നതാണ് വെല്ലുവിളി. ഇടതുപക്ഷത്ത് നിന്നും പുറത്തു വരുന്ന പ്രമുഖരെയും സാധാരണക്കാരെയും ഒരുപോലെ സ്വീകരിക്കുന്നതിലൂടെ പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കാനാണ് AICC നയിക്കുന്നത്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഇത്തരം ആത്മവിശ്വാസമുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. സിനിമാ സാംസ്കാരിക മേഖലയിലുള്ളവർ പാർട്ടിയിലേക്ക് വരുന്നത് കോൺഗ്രസിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രേംകുമാറിനെ പോലെയുള്ള സമാദരണീയനായ ഒരു നടൻ ഒരുമിച്ച് ചേരുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകും. രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറം സാംസ്കാരിക കേരളം ഒന്നിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന അടയാളം കൂടിയാണിത്. കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് തങ്ങളുടെ കോട്ടകൾ സംരക്ഷിക്കുക എന്നത് പ്രയാസകരമായി മാറുകയാണ്. ഭരണത്തിലെ പാളിച്ചകളും പാർട്ടി ശൈലിയിലുള്ള മാറ്റങ്ങളും ജനങ്ങളിൽ നിന്നും അവരെ അകറ്റുന്നുമുണ്ട്. ഈ വിടവ് നികത്താൻ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്നതാണ് ഇനിയുള്ളത്. KC വേണുഗോപാലിന്റെ വാക്കുകളിൽ തെളിയുന്നത് ഒരു ആത്മവിശ്വാസമാണ്. ഇടതുപക്ഷത്തു നിന്നും പുറത്തു വരുന്നവരെ സ്വീകരിക്കാനും വിശ്വാസികൾക്കൊപ്പം നിൽക്കാനും സർക്കാരിന്റെ പോരായ്മകളെ തുറന്നു കാട്ടാനുമുള്ള തയ്യാറെടുപ്പ്. പ്രേംകുമാറിന്റെ രാഷ്ട്രീയ മാറ്റം പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും. ശബരിമല വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസികളുടെ പിന്തുണ ഉറപ്പിക്കാനും CPM-നെ പ്രതിരോധത്തിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. കേരളം വീണ്ടും ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ഒരുങ്ങുകയാണ്. അവിടെ മാറ്റത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് വേണുഗോപാലിന്റെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത്.